ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഒരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനെൻ്റെ റോസ് നന്നായി ഫ്ലവർ ചെയ്യാൻ കൊടുക്കുന്ന ഒരു വളമാണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ റോസുകൾ നന്നായി വളരാനും പൂവിടാനും നല്ല രീതിയിൽ ഫെർട്ടിലൈസറുകളൊക്കെ നമ്മൾ കൊടുക്കണം. മഴക്കാലത്ത് വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത്, പച്ചച്ചാണകം പുളിപ്പിച്ചത് ഇതൊന്നും മഴക്കാലത്ത് നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫംഗസ് രോഗങ്ങൾ വരാൻ നല്ല ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ. അങ്ങനെ എൻ്റെ റോസുകൾ കുറേ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വെറുതെ കളയുന്ന മുട്ടത്തോടാണ്. ഈ മുട്ടത്തോട് എടുത്ത് വെച്ചിട്ട് കഴുകി ഉണക്കി മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുക. അങ്ങനെ പൊടിച്ചെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോ ചട്ടിയുടെയും ചുറ്റും 2 സ്പൂണ് വീതം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചട്ടിയുടെ ചുറ്റും മണ്ണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ മണ്ണ് ഇളക്കി കൊടുക്കുമ്പോൾ വേരുകൾക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാൻ അത് സഹായിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ചട്ടിയുടെ ചുറ്റുമുള്ള കളകൾ പറിച്ചു കൊടുക്കുക. ഈ കളകളെ ഒരിക്കലും വളരാൻ അനുവദിക്കരുത്. കളകൾ കാണുന്നത് അപ്പം പറിച്ചു മാറ്റണം. പിന്നെ ചട്ടിയുടെ ഇടയിൽ കാണുന്ന ചീഞ്ഞ ഇലകൾ അതെല്ലാം നമ്മൾ എടുത്തു മാറ്റണം. ചട്ടി എപ്പോഴും ക്ലീനായിട്ടിരിക്കണം. മഴക്കാലത്ത് പ്രത്യേകിച്ചും ഫംഗസ് രോഗങ്ങളും ഇൻസെക്റ്റിൻ്റെ ആക്രമണങ്ങളും ഒക്കെ വരാൻ ചാൻസുള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് ചെടികളെ നന്നായി ശ്രദ്ധിക്കണം. ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വേറൊരു വളമാണ് DAP. വേരിൽ കടക്കലെന്ന് മാറിയിട്ട് ചട്ടിയുടെ ചുറ്റും ഇട്ട് കൊടുക്കാം. പിന്നെ NPK 19 നമുക്ക് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ ഈ വളം കൊടുത്തതിന് ശേഷം ഉള്ള മാറ്റം ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. ഫ്ലവറൊക്കെ വന്നതിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രയ്ക്കേ ഉള്ളൂ. ഓക്കെ, ബൈ.